വെൽക്കം ബാക്ക്. പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ജ്യൂസ് മോൻ കൊണ്ടുവരുന്നുണ്ടോ. എല്ലാവരും കൂടെ ഒന്ന് ലീവായപ്പോൾ എല്ലാവരും കൂടെ പോയതാണ്. പിന്നെ ചക്ക എടുത്ത് ഞാനും മോൾട്ടിയും ചക്ക വൃത്തിയാക്കുകയാണ്. ചക്ക എവിടെ കണ്ടാലും ഞാൻ അവിടെ എത്തുമെന്നറിയാലോ. അപ്പം നമ്മുടെ വീട്ടിലെ ചക്ക വിളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയി ചക്ക എടുത്ത് ഞാനും അവളും കൂടെ വൃത്തിയാക്കുകയാണ്. ചക്ക അരിച്ചിലും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് 2-3 ദിവസത്തിന് മുന്നേ ഉള്ള വീഡിയോ കേട്ടോ. എന്നാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ചക്ക ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവുമല്ലോ അവിടെ. ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ ചക്കയൊക്കെ വൃത്തിയാക്കി ഒരു ചെമ്പട്ടി നിറയെ ചക്കയൊക്കെ വെച്ചിട്ടുണ്ട്. ചക്കയും മീൻകറിയും മീൻ പൊരിച്ചതും ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് മീനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് പുഴയിൽ പോകാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം പുഴയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും ഉള്ളപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ. പിന്നെ നമ്മളെ സോക്കേസ് ഒന്ന് കണ്ടാലോ. ഇത് ഞങ്ങളുടെ അച്ചുമോനാട്ടോ. അച്ചു ഇപ്പം വലുതായി. ഇപ്പം വീഡിയോയിലും ഫോട്ടോസിലൊന്നും വരാറില്ല. പിന്നെ ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾ തങ്കക്കുട്ടികൾ 2 മോനും മോളും. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്താ പറയുക, ശനിയാഴ്ച ദിവസമായിരുന്നു ഈ വീഡിയോ എടുത്തത്. പിന്നെ മോനും അവളും കൂടെ അവർ 2 അവളിപ്പോൾ TTCക്ക് പോകുന്നതുകൊണ്ട് കുറേ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്. വരയ്ക്കലും കളർ ചെയ്യലും ഒക്കെ ആയിരുന്നു രണ്ടാളുടെയും പരിപാടി. ചക്കപ്പണി കഴിഞ്ഞിട്ട് അവൾ വരയ്ക്കാനിരുന്നു. അങ്ങനെ ഞാനും അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയി വരുന്നുണ്ട്. 1 മണി 1:30 ഞങ്ങൾ കഴിച്ചായിരുന്നു. അപ്പോൾ അവൾ കോഴിക്കുഞ്ഞിനെ വരയ്ക്കുക കേട്ടോ. മുട്ടത്തോട് വെച്ചിട്ടാണ് സീക്വൻസ് പോലെ വെച്ചിട്ട് ഒരു കോഴിക്കൂട് ഉണ്ടാക്കിയെന്നാണ് തോന്നുന്നത്. കോഴിക്കൂട് തന്നെയാണെന്ന് തോന്നുന്നത്. കോഴിക്കൂടാണോ കിളിക്കൂടാണെന്ന് എനിക്കറിയില്ല, എന്നെ കൊല്ലരുത്. അപ്പോൾ മോൻ നന്നായിട്ട് വരയ്ക്കും കേട്ടോ. വരയ്ക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ മോൻ വരയ്ക്കും. അതായത് മോൻ വരച്ചതാണ്. അതിൻ്റെ ഇടയിൽ അവളും വരയ്ക്കുന്നുണ്ട്. അവൾ ചെറിയൊരു ലവ് ചിഹ്നമൊക്കെ വരയ്ക്കുന്നുണ്ട് മറച്ചു വെച്ച്. അവളും വരച്ചു. അവളെ കൊണ്ട് പറ്റുന്ന പോലെ അവളും ചെയ്തു. പിന്നെ ഞാനും മോളും കൂടെ മാങ്ങ ഉണ്ടോ നോക്കാൻ പോയി അമ്മായിൻ്റെ വീട്ടിൽ. മാങ്ങ ഉണ്ട്, പക്ഷെ മോളിലാണ്. അമ്മായി അവിടെ ഇല്ലായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും അമ്മായി അറിയും. അമ്മായി അറിയാണ്ട് മാങ്ങ പറിക്കാൻ പോയതാണ്. പക്ഷേ അമ്മായി മാങ്ങ പറിച്ചിട്ടില്ല. മാങ്ങ ഹൈറ്റിലായതുകൊണ്ട് ഞങ്ങൾ മാങ്ങ എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ മാങ്ങയും ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ അമ്മയെ. ഞങ്ങൾ അവിടെയൊക്കെ ചെന്ന് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ താഴോട്ട് വന്നിട്ടേ ഉള്ളൂ. മാങ്ങ പറിച്ചാൽ താഴേക്ക് പോകും, താഴെ കുടിയിലേക്ക് പോകും. അതുകൊണ്ട് ഞങ്ങൾ മാങ്ങ പറിച്ചില്ല. റോസ് വെള്ളം അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം വായി നോക്കി നിന്നിട്ട് ഞങ്ങൾ വീണ്ടും താഴേക്ക് വന്നപ്പോൾ ഇവരിത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കളറൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അവൾ. അവൾക്കിപ്പം ക്ലാസ്സിപ്പം എന്നും ഇങ്ങനെ ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ട് പോകണം. ഫുള്ള് ഇപ്പം ബിസിയാണ് അവളും. അപ്പോൾ അവൾ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഞാൻ പറയുന്നുണ്ട് ഫുഡ് കഴിക്കാൻ പോകാൻ വാ എന്നൊക്കെ. എവിടെ, അവർ വർക്ക് തീർത്തിട്ടേ 2 വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വർക്ക് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ദിവസം പോയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുഴയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുഞ്ഞ് 2 കിളിമക്കൾ. കോഴിക്കുഞ്ഞാണോ ഈ കുഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചാലോ. ചക്ക അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ചക്ക, മീൻകറി, മീൻ പൊരിച്ചത്, സവാള പിന്നെ മസ്റ്റാണ് മീൻ പൊരിച്ചുള്ളപ്പോൾ. പിന്നെ അത് കഴിച്ചിട്ട് ഞങ്ങൾ പുഴയിലേക്ക് പോയപ്പോഴാണ് അവിടെ ഫുള്ള് മീൻ പിടിക്കാൻ വേണ്ടി ചെക്കന്മാരാണ്. നോയമ്പൊക്കെ അല്ലേ, അവർക്ക് സമയം പോണ്ടേ. ഞങ്ങൾ വെയിൽ താന്നിട്ടാണ് പോയത്. ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് പോയത്. ഞങ്ങളെ പുഴ ഉണ്ടോ, അടിപൊളി പുഴയാണ്. നല്ല പ്രകൃതി രമണീയമായ പുഴ. വെള്ളം കുറവാണ്. വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഒരുപാട് ഞങ്ങൾ ഈ പുഴയിൽ പോയി അലക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം വെള്ളം കുറവാണ്, എന്നാലും ഉണ്ട് കേട്ടോ. ഇവർ മക്കൾ കുളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പുഴയിൽ പോകണം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇവർ പോകുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഇവർ വെള്ളത്തിലൊക്കെ ചാടി കുറച്ച് നേരം കരയിലിരുന്ന് സംസാരിച്ചു. ഇവർ പോട്ടെന്ന് വിചാരിച്ചു. മക്കൾക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ഞങ്ങൾ മുകളിൽ തന്നെ ഇങ്ങനെ ഇരുന്നെന്താ അവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും. ഞാൻ ഇറങ്ങിയിട്ടില്ല, എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഓക്കെ ഗായ്സ്, ഇനിയൊരു പുതിയ ബ്ലോഗുമായിട്ട് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, വീഡിയോസ് കണ്ടാലോ.